എരുമയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷം വിപുലമായി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടന്നു. പിന്നണി ഗായകൻ പ്രണവം ശശി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളൊക്കെ പാടുന്നുണ്ട്. പക്ഷേ അന്നത്തെ എൻ്റെ നോട്ടത്തിൽ അന്ന് കുട്ടികളാരും നന്നായി പാടില്ല. ഞാനൊരു ദിവസം പാട്ട് പഠിപ്പിച്ചെന്ന ടീച്ചറോട് പോയി പറഞ്ഞു, ടീച്ചർ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൂടെ? എൻ്റെ പാട്ടുകാരനെ അറിയിക്കാനുള്ള സൂത്രമായിരുന്നു അത്. പാടിക്കൂടെ എന്ന് ഞാൻ ചോദിച്ചു. ടീച്ചർ വേഗം അത് ഷട്ടറിട്ട് അടച്ചു. അങ്ങനെയും പാടാതെ പറഞ്ഞു. കഴിഞ്ഞു എൻ്റെ പാട്ടുകാരൻ. അവിടെ തീരെയാണ് എൻ്റെ പാട്ടുകാരൻ. ഒരു 40-45 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ ഈ പറയുന്നത്. ആലോചിച്ച് നോക്കണേ. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് അങ്ങനെയല്ല. ഇപ്പോഴുള്ള അധ്യാപകരും അനധ്യാപകരും സ്കൂൾ അധികൃതരും സ്കൂൾ മാനേജ്മെൻറ്റും PTA-യും ഒക്കെ അന്നുള്ളതുപോലെ അല്ലവയാണ്. കാരണം ഇന്നത്തെ സാഹചര്യം മാറി, കുട്ടികളുടെ ടാലൻറ്റ് മാറി. ഓരോ കുട്ടിയുടെ പിന്നാലെയും ഓരോ പ്രതിഭ നിറഞ്ഞ ആ കുട്ടി ഏത് പ്രതിഭയായിക്കോട്ടെ, നർത്തകനായിക്കോട്ടെ, നർത്തകി ആയിക്കോട്ടെ, പാട്ടുകാരനായിക്കോട്ടെ, പാട്ടുകാരി ആയിക്കോട്ടെ, എഴുത്തുകാരനായിക്കോട്ടെ, കഥപറച്ചിലുകാരനാവട്ടെ, അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ട് എന്ന് കരുതിയ അത് കണ്ടുപിടിച്ചാൽ ടീച്ചേഴ്സ് 24 മണിക്കൂറും, ഇപ്പോഴുള്ള ടീച്ചേഴ്സ് 24 മണിക്കൂറും ആ കുട്ടിയുടെ പിന്നാലെയാണ്. എൻ്റെ കുട്ടി മുന്നോട്ട് വരണം, എൻ്റെ സ്കൂൾ മുന്നോട്ട് വരണം, ഈ കുട്ടി രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചേഴ്സ്, ഇന്നുള്ള ടീച്ചേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജനിച്ചിരിക്കുന്ന കുട്ടികളൊക്കെ ഭാഗ്യവതികളും ഭാഗ്യവാന്മാരാണ്. എൻ്റെ കാലഘട്ടത്തിൽ ഇല്ലാതിരുന്നതാണ്. PTA പ്രസിഡന്റ് S. മണികണ്ഠൻ അധ്യക്ഷനായ ചടങ്ങിൽ സിനിമാ താരം സൂര്യ ബാലസുബ്രഹ്മണ്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിക്കുകയും ചെയ്തു. പ്രധാനാധ്യാപിക T. രേഖാറാണി, അലി അബ്ബാസ് എന്നിവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ലിസി P. ജോസഫിന് യാത്രയയപ്പ് നൽകുകയും ചെയ്തു. UTV ന്യൂസ്, പാലക്കാട്.